പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പ്രെഡാണ്. യൂണിവേഴ്സിനോട് നമ്മളിന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയാവട്ടെ, ഇനി നിങ്ങളുമായിട്ട് വഴിക്കിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാവട്ടെ, എങ്ങനെയാണെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നാണ്, അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പറ്റുകയാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്ലാരിറ്റി കിട്ടുന്നതിന് അത് സഹായിച്ചേക്കാം. ഒരു 50% നിങ്ങൾക്ക് ഇത് റെസനേറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റുള്ളതിനെ വിട്ടുകളയുക. ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ യൂണിവേഴ്സ് ഈ വീഡിയോ എത്തിക്കുന്നത് ആ സമയം മുതൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആവുന്നതായിരിക്കും. മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കാവുന്നതാണ്. പെയ്ഡ് സർവീസാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്ക് ബട്ടണിൽ കൂടി അമർത്തണം എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി രാത്രി ചിന്തിക്കുന്നുണ്ടോ? ഒരു 3 ദീർഘനിശ്വാസമെടുത്ത് വളരെ കാമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പോസിറ്റീവും നെഗറ്റീവും മിക്സ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ടോ കിട്ടുന്നത്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചല്ല ഈ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ സമയം എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തിട്ട് അയാളുടെ മനസ്സിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന പലരുടെയും ജീവിത സാഹചര്യം പലതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഏത് തരത്തിൽ റിലേറ്റഡ് ആവുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഒരു പക്ഷേ കുറച്ചു പേരുടെ കാര്യത്തിലെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ല നിങ്ങളുടെ വ്യക്തിയല്ല, നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് സെപ്പറേറ്റഡ് ആയതാണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ട് അവർക്ക് അവിടെ സമാധാനമില്ല. ഇനി ചിലവരില്ലേ, എനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വളരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സാന്നിധ്യം തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ ഈ ബന്ധം ബ്രേക്കപ്പ് ആക്കുകയാണ്, ഞാൻ പഠിക്കാൻ പോവുകയാണ്, ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞും പല ബന്ധങ്ങളും ബ്രേക്കപ്പായിട്ട് പോകാറുള്ള റീഡിങ്ങുകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇനിയൊരു ബന്ധത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് ആകർഷണമായിട്ട് പോയതാണെങ്കിലും ഇനിയൊരു പാഷനായിട്ട് പോയതാണെങ്കിലും ആ ഒരു കാര്യത്തിൽ അവർക്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള റീഡിങ്ങിൽ ഈ കാണുന്ന നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള റീഡിങ്ങുകളിൽ അവർക്ക് അവിടെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫീല് പോലെയാണ് റീഡിങ്ങിൽ കിട്ടാറ്. എന്താണെന്നറിയില്ല. ഇതൊരു ചെറിയ റീഡിംഗ് ആണ് കേട്ടോ, വലിയൊരു റീഡിംഗ് അല്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ക്യൂനോ കപ്സിൻ്റെ ഊർജം കിട്ടിയിട്ടുണ്ട്. ക്യൂനോ കപ്സിൻ്റെ ഊർജം കിട്ടിയതിനാൽ തന്നെ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, പലപ്പോഴും എന്നല്ല, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും ഇനി അവരുടെ അടുത്തേക്ക് പോയാൽ അത് ശരിയാവില്ല. കാരണം അവരല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതൊരു തെറ്റായിരിക്കാം. ഇനിയിപ്പോൾ അവരിലേക്ക് തിരിച്ചു വന്നാലും, അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലും ആ ഒരു പഴയ സ്നേഹം കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കാം അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കാനൊന്നും അവർ തയ്യാറല്ല. അതായത് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ പോലും അതിന് റിപ്ലൈ ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ അവരെ തടയുന്നുണ്ട്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്താഗതികൾ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അവരതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ആ ഒരു നിങ്ങളുമായിട്ടുള്ളൊരു ഇഷ്ടമെന്ന് പറയുന്നത് വളരെ വളരെ ആഴത്തിൽ തന്നെയുള്ള ഇഷ്ടമാണ്. അതായത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തുള്ള ഓർമ്മകൾ, ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
എപ്പോഴും വളരെ ശക്തമായി തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്ത യൂണിവേഴ്സ് വന്നിരിക്കുന്ന ഒരു കാർഡ് ഹീറോഫൻ്റ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ഭക്തിയൊക്കെ കൂടിയിട്ടുണ്ടാവണം കേട്ടോ. ആചാരാനുഷ്ഠാനങ്ങൾ, പള്ളിയിൽ പോകുന്നതോ, ഈ നിസ്കാരം ചെയ്യുന്നതോ, അമ്പലത്തിൽ പോകുന്നതോ, കുടുംബക്ഷേത്രങ്ങളിൽ പോകുന്നതോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, നമ്മളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് അമ്പലത്തിൽ പോവും. പക്ഷെ അവർ അമ്പലത്തിൽ പോകാനുള്ളൊരു കാരണം, അവരെന്തൊക്കെയോ തെറ്റുകൾ പറ്റിപ്പോയി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാതെ ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് കൂടുതലും അവർ അമ്പലങ്ങളിൽ പോകുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അവർക്ക് ഈശ്വരനോട് ഭക്തിയുണ്ട്. അങ്ങനെ ഭക്തി വരുമ്പോൾ തന്നെ അവർക്ക് പല അവരുടെ പോരായ്മകളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഊർജ്ജത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ നമ്മളടുത്ത് അത്ര ഒരു ആഴമേറിയ സ്നേഹമൊന്നും അവർ പ്രകടിപ്പിക്കില്ല. ഇനി അടുത്തായിട്ട് യൂണിവേഴ്സ് വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അവരിൽ ശക്തമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടുന്നുണ്ട്. പക്ഷേ വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അവർ നല്ല രീതിക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ പറഞ്ഞ രീതിക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള പ്രശ്നങ്ങളാവാം, അയാളുടെ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള പ്രശ്നങ്ങളും, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖവും, അതോടൊപ്പം തന്നെ അവർ ശരിക്കും എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ലൈഫിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇൻഡ്യൂഷനായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ തേർഡ് പാർട്ടിയിൽ പോയ ശേഷം അവർ ഉദ്ദേശിച്ച രീതിക്ക് ലൈഫിനെ ഒരു പോസിറ്റീവാക്കി കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പറ്റാത്തതിൻ്റെ പേരിൽ അവർ വളരെയധികം മാനസികമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു ഊർജ്ജമായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി കൂടുതലായിട്ട് എന്താണ് യൂണിവേഴ്സ് അവരെക്കുറിച്ച് നമ്മളോട് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് അവരെക്കുറിച്ച് തന്നിരിക്കുന്നൊരു മറ്റൊരു കാർഡ് എന്ന് പറയുന്നത്, അവർ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് ഒരു 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 വ്യക്തമായ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരു ദിശാബോധത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ അവർ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് പലപ്പോഴും പറ്റുന്നില്ല. അത് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, അവരിൽ ഡെത്ത് കാർഡ് വന്നതിനാൽ തന്നെ എന്തൊക്കെയോ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയോ വലിയ മാനസിക സംഘർഷങ്ങൾ അവരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും അവർ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വല്ലാത്ത കുറ്റബോധത്തിലായിരിക്കണം. കാരണം ആ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയതിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തീർച്ചയായിട്ടും അവർ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാർഡിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വലിയ കൊമ്പനാണെങ്കിലും ചിന്തിച്ചു പോകും, ഞാൻ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നോ ജീവിതത്തിൽ എന്നൊരു വലിയ ചോദ്യം അവരിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി പ്രിയപ്പെട്ടവരെ, അവർ ശരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഊർജ്ജത്തിലാണെങ്കിൽ പോലും അവർ 2 ഓഫ് വാൻഡ്സിൻ്റെ ഊർജ്ജത്തിൽ ചിന്തിക്കുമ്പോൾ മേ ബി ആ ചിന്തകളിൽ അവരുടെ പാഷൻ്റെ ഒപ്പം തന്നെ നിങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു ഊർജ്ജം വന്നതിനാൽ തന്നെ പതിയെ അവർ നമ്മളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള റീഡിങ്ങുകളിൽ ഏതാണ്ട് ഒരേ രീതിക്കുള്ള കാർഡുകൾ വ്യത്യസ്തമാണെങ്കിലും അവരവിടെ സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ള രീതിക്കുള്ളതാണ് വരുന്നത്. ചില സമയത്ത് ഞാൻ റീഡിങ്ങുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം,
ചില സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്തൊരു ഊർജ്ജമാണ്. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോകാറ്. ചിലപ്പോൾ ഒരു 3-4 റീഡിലൊക്കെ പല തവണയായിട്ട്, ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഒരു ലവ് റീഡിങ് പലവട്ടമായിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്ത ഊർജ്ജം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കമൻറ്റ് ബോക്സിലൊക്കെ ചിലർ പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ നിങ്ങളിലേക്ക് പതിയെ വരാനുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് റീയൂണിയൻ്റെ കാർഡ് തന്നെ വന്നേക്കണേ, 6 ഓഫ് കപ്സിൻ്റെ. അപ്പോൾ പ്രിയപ്പെട്ടവർ, അത് ഒരു കാലാന്തരത്തിൽ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അഡ്വൈസിൽ അല്ലെങ്കിൽ എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അവരോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും നിങ്ങൾ കാണിക്കേണ്ടതില്ല. പക്ഷേ അവർ വരുന്നതും കാത്ത് നിങ്ങൾ ഇരിക്കാതെ നിങ്ങളുടെ ഈ മനോഹരമായിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഈ ജീവിതം നിങ്ങൾ മൂവ് ഓൺ ആവണം. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നെഗറ്റീവ് ചിന്താഗതികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫുൾ ഊർജ്ജം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ലൈഫിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ച് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് മനോഹരമാക്കി തീർക്കുക നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു റീഡറുടെ അടുത്ത്, എൻ്റെ അടുത്ത് ആവണമെന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആരുടെ അടുത്തെങ്കിലും പോയിട്ട് നല്ലൊരു റീഡിങ് എടുക്കണം. ചിലപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് വന്നേക്കാം ചില ഘട്ടങ്ങളിൽ. അതൊരിക്കലും നമ്മളൊരു അശക്തനായതുകൊണ്ടാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫീലിങ്സുകളെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യാനുണ്ടാവും. ഇമോഷൻസിനെ, സ്ട്രെസ്സിനെയൊക്കെ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നല്ല റീഡർമാർ പലരും അത്തരത്തിലുള്ള സ്ട്രെസ് റിലീഫൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഞാൻ എൻ്റെ അടുത്ത് റീഡിങ് എടുക്കണമെന്നല്ല ആവശ്യപ്പെട്ടെ. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരണം. ആ വലിയ മാറ്റങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ റീഡിംഗ് ആണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനമാണെങ്കിലും ഒക്കെ നമുക്ക് പലപ്പോഴും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനർത്ഥം നിങ്ങളൊരു മാനസിക രോഗിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തായാലും പോയ സ്ഥലത്ത് നല്ല ദുഃഖമുണ്ട്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ റീഡിങ്ങിനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. 555 എന്ന് പറയുന്ന അതേ ഏഞ്ചൽ നമ്പറോടുകൂടി തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൂടി ആ നമ്പറിനൊപ്പം എഴുതിടാൻ പറ്റുന്നതാണ് എഴുതിയിടണം. വീഡിയോ ലൈക്ക് ചെയ്യണം. മനോഹരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബായ്.